ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, തിരക്കായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും വരാത്തത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ മാക്സിമം എന്നും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ മറന്നു പോകൂലേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മസാല ദോശയാണ് കേട്ടോ. അപ്പോൾ അതിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. കിഴങ്ങ് ഞാൻ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് ഒരുപാട് ജോലികളുണ്ട്. നമുക്ക് അച്ചാറൊക്കെ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ബീഫ് അച്ചാർ, അതേപോലെ ഫിഷ്, പിന്നെ വെളുത്തുള്ളി, അങ്ങനെ അച്ചാറുകളൊക്കെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറാണ്. അതേപോലെ തന്നെ നമ്മൾ ന്യൂട്രി സീഡ്സിലിടും ഉണ്ടാക്കും. അതേപോലെ തന്നെ പൗഡറും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ മധുരം ചേർക്കാതെ അതിൻ്റെ പൗഡർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പാലിലോ ചുടുവെള്ളത്തിലൊക്കെ കലക്കിയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗറുള്ളവർക്കൊന്നും പേടിക്കാതെ കഴിക്കട്ടോ. നമ്മൾ ശർക്കര യൂസ് ചെയ്യണതുകൊണ്ടേ പിന്നെ ഷുഗറുള്ളവർക്ക് അത്ര നല്ലതാവില്ല. അപ്പോൾ ഷുഗറുള്ളവർക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ബാബുക്കാക്കുന് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ പ്രൊഡക്റ്റുകളൊക്കെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളാണ്. പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ കെമിക്കലോ ഒന്നും ചേർക്കാതെ വീട്ടിൽ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലഡുവൊക്കെ നാച്ചുറൽ ന്യൂട്രി ലഡു ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം. പിന്നെ നമ്മൾ ഒരു ബോട്ടിലൊന്നും കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തടിയൊക്കെ നന്നാവണം എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ബോട്ടിലൊന്നും കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവില്ല കേട്ടോ. ഒരു 2-3 ബോട്ടിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള മാറ്റം ഉണ്ടാവും. കാരണം നമ്മളതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. എള്ള്, കടല, ബദാം, കാഷ്നട്ട്, അതേപോലെ തന്നെ അവിൽ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നല്ല ഐറ്റംസൊക്കെ ചേർത്തിട്ട് തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അതേപോലെ സീഡ്സ് ന്യൂട്രിലെടുക്കും നമ്മൾ ഒരുപാട് സീഡ്സുകൾ ചേർക്കുന്നുണ്ട്. പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അതേപോലെ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, മക്കാന, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാ ന്യൂട്രിലെടുക്ക് ചേർക്കുന്ന ബദാം, കാഷ്നട്ട്, പിന്നെ അതുപോലെ തന്നെ എള്ള്, കടല, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർത്തിട്ട് തന്നെയാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ വീട്ടിലത്തെ ജോലികളും വേണ്ടേ ചെയ്യുക. പിന്നെ വീട്ടിൽ നമ്മളിതേപോലെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോഴേ നമുക്ക് സുഖമാണ്, ഒരു കണക്കിന് സുഖമാണ്. ചിലപ്പോൾ വിചാരിക്കും വീട്ടിലല്ലാതെ വേറെ നമുക്കൊരു ഷെഡ് ഇതിനായിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചണൊന്നും അങ്ങനെ എപ്പോഴും കിച്ചണിൽ പണിയല്ലേ ഇക്കാരം ഇങ്ങനെ ആവുമ്പോൾ. പിന്നെ നമ്മളെ കിച്ചൺ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. കിച്ചണത്തെ ജോലികളൊക്കെ തീർത്തിട്ട് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കും കേട്ടോ. മറ്റേത് നമുക്കിതൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒക്കെ കൗണ്ടർ ടോപ്പുമ്മേ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സൂക്ഷിച്ചിട്ട് വേണം ഒക്കെ റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം കുക്കിങ്ങൊക്കെ അങ്ങോട്ട് തീർക്കും, എന്നിട്ടാണ് കേട്ടോ പിന്നെ അതിന് നിൽക്കൽ. അപ്പോൾ നമ്മളെ മസാല ദോശക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചട്ടിയൊക്കെ വെച്ച് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പൊട്ടുകടലയും അതേപോലെ കുറച്ച് ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് സവാളയും തക്കാളിയൊക്കെ ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിന്. എന്നിട്ട് ഇട്ടിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പച്ചമുളകും ആ കൂട്ടത്തിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കിഴങ്ങും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ദോശക്കല്ലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശമാവ് കയ്യിലുണ്ടെങ്കിൽ സുഖമാണ് രാവിലെ, അല്ലെങ്കിൽ അന്തം വിട്ട് നിൽക്കണം എന്താ ഇപ്പം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഡെയിലി വീഡിയോസ് ഇടും. അപ്പോൾ തലേ ദിവസം തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവും എനിക്ക് എന്താ ഇപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില ദിവസം അങ്ങനെ അല്ല കേട്ടോ. രാത്രിയിൽ കിടക്കാനാവോളം പണികൾ തന്നെ ഇക്കാരം. പിന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലേക്കൊക്കെയുള്ള അന്തപ്പം ചിലപ്പോൾ ഉണ്ടാവില്ല ചില നേരത്ത് കേട്ടോ. പിന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി വീഡിയോ ഒന്നും വരാത്തതും. പിന്നെ ഞാൻ അതിനൊക്കെ പൊരുത്തപ്പെട്ടു കേട്ടോ. മറ്റേത് നമ്മൾ എടുക്കാത്ത ജോലികൾ പിന്നെ ചെയ്യുമ്പോഴേ ആദ്യമൊക്കെ നമുക്കൊരു തട്ടിത്തടയിലുണ്ടാവും. അപ്പം എല്ലാം കറക്റ്റ് ആ ഒരു ടൈമിനൊന്നും കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ നമുക്ക് അങ്ങനെ ശീലമാവും. ഇപ്പം എനിക്കിതും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഈ ന്യൂട്രിലഡ് ഉണ്ടാക്കുന്നതും അച്ചാറുണ്ടാക്കുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വീട്ടു ജോലികൾ ചെയ്യണതും. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഇതായിട്ട് ഒരു ലെവലിലേക്ക് വന്നു.
അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടു എന്തെല്ലാം ജോലികളാണ്, എന്തെല്ലാം ജോലികളാണെന്നല്ല, എന്തെല്ലാം ബിസിനസ്സാണ്, ഏതൊക്കെ രീതിയിലാണ് വരുമാനം എന്നൊക്കെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വരുമാനം നേടുന്നതല്ല, നമ്മൾ വെറുതെ ഇരുന്നിട്ടല്ലല്ലോ. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ഒരു 24 മണിക്കൂറിൽ ഏകദേശം ടൈമൊക്കെ പണികൾ തന്നെ ആയിക്കാരം. രാത്രി ഒരു 12 മണിയൊക്കെ ആവും ചിലപ്പോൾ കിടക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ രാവിലെ എണീക്കണം, നേരത്തെ തന്നെ എണീക്കും വേണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ബിസിനസ്സൊക്കെ വളരുന്നത്, അല്ലാതെ വെറുതെ അങ്ങോട്ടൊന്നും ആവില്ലല്ലോ. എന്നാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒക്കെ നല്ല റാഹത്തായിട്ട് തന്നെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മളെ സീഡ്സ് ന്യൂട്രി പൗഡർ കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും രാവിലെ ഒരു സ്പൂണ്, ചിലപ്പോൾ പാലുണ്ടെങ്കിൽ പാലിൽ കലക്കിയിട്ട് കുടിക്കും, അതല്ല പാലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ഒരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടും കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട്, മധുരമല്ലല്ലോ, അപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നൊന്നുമില്ല, തേങ്ങ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതേപോലെ പിന്നെ പാലില്ലെങ്കിലും ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാലുണ്ടേനി, പാൽ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ സ്പൂണിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ കഴിക്കും കേട്ടോ. ഇതിങ്ങനെ രാവിലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനും നല്ലതാണ്. അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു സ്പൂണുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചൊരു കനുണ്ടാവും കേട്ടോ. നമ്മൾ രാവിലെ ഒരു സ്നാക്സും ചായയൊക്കെ കുടിക്കൂലേ, അതിന് പകരമായിട്ട് അങ്ങനെ കുടിച്ചാൽ മതി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ന്യൂട്രിലഡോ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയും അതേപോലെ ഒരു ന്യൂട്രിലഡോ ഒക്കെ രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും നമുക്ക് കഴിക്കുകയാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി നിങ്ങളെ ന്യൂട്രിലഡുവിൻ്റെ റിവ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനല്ലോ, ഫസ്റ്റ് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ നമുക്ക് 2-3 ഓർഡറാണ് അപ്പോൾ വന്നിട്ടുണ്ടായിനി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഇപ്പോഴും നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഒരു 100 ബോളാണ് വാങ്ങിയിട്ടുണ്ടായിനി. അപ്പോൾ ഓരോ മോള് കഴിച്ചിട്ട് മുഖമൊക്കെ ഒന്ന് തുടുത്ത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി അവർക്ക് ഒരു ബോട്ടിലും കൂടെ വേണം, കുട്ടികൾ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഇനി ഇത് കഴിച്ച ആളുകൾ നമുക്ക് റിവ്യൂ തന്നെ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാൻ മടിയേനെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഇൻഷാ അല്ലാ ഒരു റീൽസായിട്ട് അങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. റീൽസായിട്ടും ഷോർട്സായിട്ടും ഒക്കെ ഓരോ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ നമ്മളെ വീഡിയോ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അറിയൂലല്ലോ ഇതെന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും അറിയില്ല. അപ്പം റിവ്യൂ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വാങ്ങാനൊക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ വാങ്ങിച്ചോട്ടെ വിചാരിച്ചിട്ട് ഇനി ഞാൻ ഇൻഷാ അല്ലാ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ടോ, കുട്ടികൾക്കും കൊടുത്തു, ഞാനും കുടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പാക്കിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയലുണ്ടല്ലോ, ഒരു ദിവസം എല്ലാം വറുത്ത് പൊടിച്ച് ഒക്കെ റെഡിയാക്കി വെക്കും. അതേപോലെ അച്ചാറിടണമെങ്കിൽ അച്ചാറും ഇടും. അപ്പോൾ ചില ആൾക്കാർ ന്യൂട്രിലിടും, അതിൻ്റെ കൂടെ തന്നെ അച്ചാറും ഓർഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഓർഡർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അച്ചാറും ഞാൻ റെഡിയാക്കി എടുക്കൽ. അങ്ങനെ ഇന്നിപ്പോൾ ബീഫും മീനൊക്കെ ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ട്, അതേപോലെ വെളുത്തുള്ളി അച്ചാറും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ കൊറിയർ ഓഫീസിൽ വണ്ടി ഒരു 4 മണിയാകുമ്പോൾ വണ്ടി പോകും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത്, ഇപ്പോൾ ബോട്ടിലാക്കാനുള്ളതൊക്കെ ബോട്ടിലാക്കിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ കഴിയൂല, ഞാനും ബാബും ചിഞ്ചുമോളും ചെയ്യാൻ നിൽക്കും, എന്നാലും ചിലപ്പോൾ തീരൂല. അപ്പോൾ നാത്തൂൻ്റെ മക്കളെ ഹെൽപ്പിന് വിളിച്ചതാണ് കേട്ടോ. ഓരോന്നും വരലുണ്ട്, പാക്കിങ്ങിന് ഓരും വരും. അതേപോലെ എനിക്ക് നമ്മളെ ന്യൂട്രിലഡ് ഉണ്ടാക്കാൻ കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വറുക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എൻ്റെ അനിയത്തിയും നാത്തൂനൊക്കെ ഓരും ഹെൽപ്പിനുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഓർക്കൊക്കെ ഇങ്ങനെ കൂലിയൊക്കെ കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ. മനസ്സിന് തന്നെ ഒരു റാഹത്താണ് കേട്ടോ. പിന്നെ ഞാൻ നമ്മളെ ബൗക്കാക്കുൻ്റെ ജ്യൂസിൻ്റെ കട നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തുറന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ കച്ചവടമൊന്നും ഇല്ല അതിന് കേട്ടോ, അതുകൊണ്ടാണ് നമ്മളത് ഇപ്പോൾ തുറക്കാത്തത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടേക്ക് പോവലില്ല. അതാണ് ഇപ്പോൾ ഞാൻ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണാത്തത്. അപ്പോൾ ഒരു വാതിൽ അടയുമ്പം ഒരു വാതിൽ തുറയും എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ, അതേപോലെ ഇതങ്ങോട്ട് സക്സസ് ആയപ്പം പിന്നെ ഇപ്പോൾ ഈ ഒരു ജോലിയിൽ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറും ആണ്, അതേപോലെ തന്നെ നമ്മളെ സ്ഥിരം കസ്റ്റമറും ആണ് കേട്ടോ.
അപ്പോൾ ഒരു ഗൾഫിക്ക് പോവുകയാണ് നമ്മളെ കയ്യിൽ നിന്ന് പിന്നെ ന്യൂട്രിലഡും അതേപോലെ തന്നെ സീഡ്സ് ന്യൂട്രിലഡും അതിൻ്റെ പൗഡറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുന്നിൽ. അപ്പോൾ അവർക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചമ്മന്തിപ്പൊടി അതേപോലെ നമ്മളെ ന്യൂട്രി പൗഡർ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ചമ്മന്തിപ്പൊടി കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണമുണ്ട്. അവിടെ മക്കൾ പാക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും ഇടയ്ക്ക് വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ തേങ്ങ ആദ്യം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ. തേങ്ങ ചിരവി എടുക്കും ആദ്യം, എന്നിട്ട് ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പിന്നെ ചട്ടിയിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ അവിടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ കുറച്ച് അധികം കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ തോന ഉണ്ടെങ്കിൽ തോന ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലത്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ സൗദിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ തന്നതാണ് കേട്ടോ. നമ്മളെ ന്യൂട്രിലഡ് തന്നെയാണ് അതും. അപ്പോൾ അതിൽ മധുരത്തിന് വേണ്ടിയിട്ട് കറുത്ത മുന്തിരി ഇല്ലേ, അത് ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ പറയുന്നത് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളും ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇടയ്ക്ക് ഒരു പാക്ക് ചെയ്യുന്നതും പോയിട്ട് വീഡിയോ എടുക്കും. അപ്പോൾ ഈ കറുത്ത മുന്തിരി തീക്കിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്ത് അങ്ങനെ എടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ അരച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ബോൾസാക്കാൻ കഴിയൂല. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കൂല കേട്ടോ. പിന്നെ ഈ മുന്തിരി ഉണ്ടല്ലോ, ആ മുന്തിരിൻ്റെ ആ ഒരു നീര് നമ്മളിതിങ്ങനെ ക്രഷ് ചെയ്യുമ്പോൾ മയക്ക് വരും. ആ ഒരു ഇതിലാണ് നനവിലാണ് നമ്മളിത് ബോൾസാക്കിയിട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം വെച്ചിട്ടൊക്കെ ഇതേപോലെ ചെയ്യട്ടോ. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾ പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കൽ, അതേപോലെ ഒരുക്കും ഇതേപോലെയുള്ള ബിസിനസ് തുടങ്ങാനാണ് എങ്ങനെ ഉണ്ടാക്കൽ, ശർക്കരയൊക്കെ എങ്ങനെ ചേർക്കൽ എല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷേ ചില ആൾക്കാർ ബോൾസാക്കിയിട്ട് ബോൾസ് ആവണില്ല. അതേപോലെ തന്നെ പിന്നെ ഇതിങ്ങനെ ലഡു രൂപത്തിലാക്കി ഉണ്ടാക്കി വെച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തിന് പൂപ്പൽ വരികയാണ്, അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പോൾ നിങ്ങളിത് കേട് വരാതെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യലുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, പ്രിസർവേറ്റീവ്സും കെമിക്കലും ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ലഡു ഞാനൊക്കെ കൈ കൊണ്ട് തന്നെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗ്ലൗസ് ഇടാത്ത എന്താ വെച്ചാൽ ഗ്ലൗസ് ഇട്ടാൽ അത്ര എളുപ്പത്തിൽ അതേപോലെ നമുക്ക് ചെയ്യാൻ കഴിയൂല. ബോൾസ് ആക്കുമ്പോഴേ അതിമങ്ങനെ ഒട്ടിപ്പിടിച്ചും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഗ്ലൗസ് ഇടാതെ കൈ നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മളെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തിപ്പൊടിക്കും നല്ലോണം വറുത്തെടുക്കണം. തേങ്ങ നല്ല രീതിയിൽ തന്നെ വറവാവണം. കുറേ ടൈം എടുത്തിട്ട് വേണം കേട്ടോ വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ അടുപ്പിൽ അത്യാവശ്യം കനലൊക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും പുളിയും ചേർത്തിട്ടുണ്ടായി കേട്ടോ. കുരുല്ലാത്ത പുളിയും ചേർത്തിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ ചൂടാറിയിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്ത്. പിന്നെ അതേപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെമ്മീനില്ലേ, ചെമ്മീൻ വറുത്തുകാണ്ട് ചേർക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എനിക്ക് ചെമ്മീൻ കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇനി ചെമ്മീൻ ഇടാൻ പറഞ്ഞിട്ടില്ല ഇനി തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടിയില്ല കേട്ടോ. നല്ല ചെമ്മീൻ കിട്ടിയേക്കാണെങ്കിൽ ഞാൻ ചേർത്തിട്ടുണ്ടായിനി, നല്ല ചെമ്മീൻ കിട്ടിയില്ല. അങ്ങനെ അതും ആറാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നല്ലോണം തണുത്തതിന് ശേഷമാണ് കേട്ടോ ബോട്ടിലാക്കുക. അപ്പോൾ കുട്ടികളെ ബാക്കിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തീരുമ്പോഴത്തേന് വേറെ ഞാൻ അങ്ങനെ ഓരോന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയില്ലേ, ശർക്കരപ്പാനി ചേർത്തിട്ട് എങ്ങനെ ഇത് ബോൾസ് ആക്കലും ചോദിക്കലുണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കുറേശ്ശെ എടുത്തുകൊണ്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇന്നൊന്നലെ ഒന്നും ഉണ്ടാക്കൽ തുടങ്ങിയതല്ല, കുറേ മുന്നേ ഉണ്ടാക്കൽ തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കണ കണ്ട് പഠിച്ച് അങ്ങനെ ഞാൻ തന്നെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കലുണ്ട്. അപ്പം അങ്ങനെ നമ്മളെന്ത് ജോലിയും ചെയ്ത് കുറേ ആവുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എയിം കിട്ടുമല്ലോ. അങ്ങനെ അതുകൊണ്ടാവും എൻ്റെത് ഇതുവരെ ചീത്തയൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയാവില്ല. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, വെള്ളത്തിൻ്റെ ഒരു അംശം ഞാൻ ഇതിക്ക് പെടാൻ അയക്കൂല. അതേപോലെ തന്നെ ഇത് ബോട്ടിലാക്കുമ്പോഴും ബോട്ടിലൊക്കെ എവിടെയെങ്കിലും ചെറിയൊരു നനവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിതിക്ക് തേങ്ങയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു കറുത്ത മുന്തിരി ചേർത്തിട്ടുള്ള ന്യൂട്രിലഡു ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ജാറ്. ഇത് 1.5 കിലോൻ്റെ ജാറാണ് കേട്ടോ. ഇതിൽ 25 ബോൾസാണ് നമ്മൾ വെക്കുക. അത് നമ്മൾ തൂക്കി നോക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് പാക്കിംഗ് അടക്കം 1 കിലോനെ പറ്റുള്ളൂ കേട്ടോ. 1 കിലോൻ്റെ മേലേക്ക് പോയാൽ നമുക്ക് കൊറിയർ ചാർജ് കൂടും. അപ്പോൾ ചിലതൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ചിലപ്പോൾ കുറച്ച് കുറയും, ചിലപ്പോൾ കുറച്ച് കൂടും, അങ്ങനെ ഉണ്ടാവലുണ്ട്. അങ്ങനെ അത് ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയും കാര്യങ്ങളൊക്കെ പോയി നല്ലോണം തണുത്തതിന് ശേഷമാണ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് ചൂടൊന്നുമില്ല,
തലേ ദിവസം വറുത്ത് വെച്ചതാണ്. പിന്നെ മുന്തിരി വേവിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ക്രഷ് ചെയ്തിട്ടൊക്കെയല്ലേ. അപ്പോൾ അത് ഞാൻ ബോട്ടിലാക്കിയിട്ട് പിന്നെ നമ്മളെ ചമ്മന്തിപ്പൊടി അതേപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം അതും ഇതേപോലെ ഒരു ബോട്ടിലാക്കുന്നുണ്ട്. ഇതിപ്പോൾ 500 കേട്ടോ. 2 തേങ്ങ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തത്. കുറച്ച് ബാക്കി ഉണ്ടായിനി, അത് പിന്നെ ഞങ്ങൾക്ക് ചോറിന് കൂട്ടാൻ എടുത്തും ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ ചമ്മന്തിപ്പൊടി. ഇതും അതേപോലെ തന്നെ തേങ്ങയൊക്കെ നമ്മൾ നല്ലോണം വറുത്തിട്ടാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തേങ്ങ വറുക്കുമ്പോൾ എണ്ണയൊന്നും ചേർക്കരുത്. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കാറും കേട്ടോ, കാറി ടേസ്റ്റ് വരും. അപ്പോൾ വെറുതെ നല്ലോണം ചട്ടിയിലിട്ട് വറുക്കുക. വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും പുളിയൊക്കെ ഇട്ടാണ്ട് കായപ്പൊടിയൊക്കെ ഇട്ടാണ്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് മാത്രം മതി, ഇതൊരു സ്പൂൺ മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറെ കൂട്ടാനൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെ കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഉച്ചയായും ചെയ്തിട്ടുണ്ടായിന് ടൈം. അപ്പോൾ അതാ കുറച്ച് 1 സ്പൂണ് ചമ്മന്തിപ്പൊടിയും അതേപോലെ തന്നെ ഫിഷ് അച്ചാർ നമ്മൾ ബോട്ടിലാക്കിയപ്പം ആ ചട്ടിയിലുണ്ടായ ഗ്രേവി ഉണ്ടാവുമല്ലോ, അത് തുടച്ചൊരു കുപ്പിക്കാക്കി വെച്ചതേന് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടാണ് ഇന്ന് ചോറുന്നത്. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അങ്ങനെ അച്ചാറൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അച്ചാറൊന്നും ലീക്കാവാൻ പറ്റില്ലല്ലോ. പിന്നെ എപ്പോഴും അച്ചാറിടുമ്പോൾ കുറച്ച് എണ്ണ അങ്ങനെ മേലേക്ക് നിൽക്കണം, എന്നാലുള്ളൂ അച്ചാർ കേടാവാതെ നിൽക്കും ചെയ്യുക. അപ്പം കുറച്ച് എണ്ണ ഉണ്ടാവും അച്ചാറിൽ. അപ്പോൾ അത് നമ്മളിങ്ങനെ ബോട്ടിലാക്കി പാക്ക് ചെയ്ത് വിടുമ്പോഴേ ലീക്കാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല സേഫായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളൊരു സബ്സ്ക്രൈബർക്ക് ഗൾഫൊക്കെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് കുറേ ഓർഡർ കിട്ടലുണ്ട് കേട്ടോ. ചില ആൾക്കാരൊക്കെ 4 എണ്ണം 5 എണ്ണം 6 എണ്ണം ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഇതേപോലെയുള്ള ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ വാങ്ങലുണ്ട്. പിന്നെ ന്യൂട്രിലഡുവിൻ്റെ ആണെങ്കിലും അച്ചാറാണെങ്കിലും ഒക്കെ കേട്ടോ. ഇതിലിപ്പോൾ ന്യൂട്രിലഡും ഉണ്ട്, സീഡ്സ് ന്യൂട്രിലഡും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുണ്ടാക്കിയ ഒരു കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള ലഡു ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഫിഷ് അച്ചാർ, അതേപോലെ തന്നെ ബീഫ് അച്ചാർ, പിന്നെ ഗാർലിക്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തിപ്പൊടി. അപ്പോൾ നമ്മളോട് കസ്റ്റമേഴ്സ് എങ്ങനെയാണോ ചോദിക്കുന്നത് ആ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ഇന്നലെ ഒരു വിളിച്ചിട്ടുണ്ടായിനും, അതും ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ന്യൂട്രിലോഡ് വാങ്ങണതാണ്. അപ്പോൾ ഒരിക്കൽ ബ്ലഡ് കൗണ്ട് കൂടാൻ വേണ്ടിയിട്ടാണ്, ബ്ലഡ് നല്ല കുറവാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണക്ക നെല്ലിക്കയും അതേപോലെ തന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ഈ കരിപ്പെട്ടി ഉണ്ടല്ലോ, അതും ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാല്ലാ ഇനി ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഓർക്കും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ പറയുന്നത് ആ ഒരു രീതിയിൽ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും ചെയ്യും കേട്ടോ. പിന്നെ ഇത് പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ലോണം വറുക്കണം. വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകും കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിത് വിറകടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് നമ്മൾ ന്യൂട്രിലോഡ് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെയ്യും കേട്ടോ. ആ വറുത്ത ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചട്ടിയിലിട്ട് നല്ലോണം വറുക്കണം. അപ്പം നമ്മളിപ്പോൾ എള്ളൊക്കെ കഴുകിയിട്ട് അത് മില്ലിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കി കൊണ്ടുവരലാണ്. അപ്പം അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുമ്പം ഒരുവിധം അത് വറവായിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും കൂടെ ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കും. എനിക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ചിലപ്പം ചെറുതായിട്ട് നനവോ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ടോ അങ്ങനെയൊക്കെ ഒരു തോന്നലാണ്. അപ്പോൾ ഞാൻ വറുത്തെടുത്താൽ പിന്നെ ഒരു സമാധാനമാണ്, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നല്ലോണം വറുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ പൊടിച്ച് ബോൾസാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൂപ്പൽ വരാൻ ചാൻസ് പൂപ്പൽ വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ചിലപ്പോൾ വറവായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവട്ടോ. അതേപോലെ വെള്ളത്തിൻ്റെ നനവ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ശർക്കരയിലുള്ള നനവോ വെള്ളമോ ഒക്കെ ആയിട്ടാവും കേട്ടോ. അല്ലാതെ ഒന്നും ആവില്ല. അല്ലാതെ അങ്ങനെ കേടുവരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നും അധികം അച്ചാറാണ് കേട്ടോ. ന്യൂട്രിലോഡ് കുറച്ചുള്ളൂ. ഒന്നാമത് എന്താ വെച്ചാൽ നമുക്ക് ബോട്ടിലില്ല കേട്ടോ, ബോട്ടിൽ കുറവാണ്. അപ്പോൾ നമ്മൾ വാങ്ങണോടത്ത് ബോട്ടിലിപ്പം തീർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബോട്ടിൽ കിട്ടിയിട്ടില്ല. ഇനി ബോട്ടിൽ കിട്ടിയിട്ട് കുറച്ചധികം അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ഓർഡർ ഇതിൻ്റെ മുന്നേ തന്ന ആൾക്കാർക്ക് തന്നെ ഇനിയും കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരാരും വിഷമിക്കേണ്ട, എല്ലാവർക്കും നമ്മൾ അയച്ചു തരും ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പോൾ ഓണ ലീവൊക്കെ ആയതുകൊണ്ടേ കൊറിയർ ഓഫീസൊക്കെ അവധിയാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലോങ്ങൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കിട്ടാൻ പ്രയാസമാവും. അപ്പോൾ നമുക്ക് ഇനി ഓൺ ലീവൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ വരണ്ട കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. കാരണം നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കണതല്ലേ. അപ്പോൾ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ബൗക്കാപ്പൂൻ്റെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്